നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. നമ്മൾ റഷ്യയോടുള്ള ബന്ധത്തിൽ ഇപ്പോൾ ഒരു ഉക്രൈൻ വാർ നടക്കുമ്പോൾ ഒരുപാട് മനുഷ്യരുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ ഉടലെടുക്കുകയാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കും? പത്രങ്ങളിലൊക്കെ വായിച്ചാൽ മൂന്നാം ലോകമഹായുദ്ധമാണ് അടുത്തതെന്ന് വാർത്തകൾ പ്രിന്റ് ചെയ്ത് വരിക. മൂന്നാം ലോകമഹായുദ്ധമാണ്. ഇപ്പോൾ ഉക്രൈൻ്റെ പ്രസിഡന്റ് പറഞ്ഞു ഈ സന്ധി സംഭാഷണം കൂടെ അവസാനിച്ചാൽ ഇത് മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് നീങ്ങുമെന്ന്. മാത്രമല്ല, ലോകത്തിൽ നടക്കുന്ന രാഷ്ട്രീയ ഗതി നമ്മൾ വിചാരിച്ചാൽ ഇത് വളരെ അപകടപൂർണമായ ഒരവസ്ഥയിലേക്ക് പോകുമോ എന്ന് സംശയമുണ്ട്. ഇപ്പോൾ ഉക്രൈനും റഷ്യയുമായിട്ടുള്ള യുദ്ധം അത്ര അപകടമൊന്നുമല്ല. പക്ഷെങ്കിൽ അതിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന പലതും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് പ്രവചനങ്ങൾ പഠിക്കുന്ന ഒരു വേദവിദ്യാർത്ഥിക്ക് ഈ പലതും ഈ ദൈവജന നിവൃത്തികൾക്ക് വേണ്ടി മുന്നോട്ട് നീങ്ങുന്നത് കാണാൻ കഴിയും. അത് അപഗ്രഥിച്ച് നമ്മൾ പഠിക്കാനാണ് ഈ വിധത്തിൽ നമ്മൾ കൂടി വന്നിരിക്കുന്നത്. ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ, കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, റഷ്യ എന്ന് പറയുന്ന രാജ്യം ചരിത്രത്തിൽ ഒരു അംഗീകാരവുമില്ലാത്ത, പുരോഗതിയില്ലാത്ത, യാതൊരു സൈനിക ശക്തിയല്ലാത്ത ഒരു രാജ്യമായിരുന്നു 1917 വരെയുള്ള കാലഘട്ടം. അതിൻ്റെ പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നാൽ 1917 ഫെബ്രുവരി മാസം 27-ാം തീയതി റഷ്യയിൽ ഒരു വിപ്ലവം നടക്കുന്നു. അത് ഒന്നാം ലോകയുദ്ധകാലത്തിന്റെ മധ്യഭാഗത്തിലാണ്. ഏതാണ്ട് 300 വർഷമുള്ള സാർ ചക്രവർത്തിമാരുടെ ഭരണം, ആ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണം അവിടെ വരികയാണ്. അത് 2017 ഫെബ്രുവരി മാസം 27-ാം തീയതിയാണ്. അതിന് ബോൾഷെവിക് റവല്യൂഷൻ എന്നും പറയും, കമ്മ്യൂണിസ്റ്റ് റവല്യൂഷൻ എന്നൊക്കെ പറയും, മറ്റു ചില പേരിൽ അത് അറിയപ്പെടുന്നുണ്ട്. നോക്കുക, ആ സമയത്ത് തന്നെ മറ്റൊരു സംഭവം നടന്നു. ആ വർഷം തന്നെ 1917 തന്നെയാണ്, നവംബറിലാണ് ബാൽഫോർ ഡിക്ലറേഷൻ, അതായത് ബ്രിട്ടീഷ് സാമ്രാജ്യം യഹൂദന് മാതൃരാജ്യം കൊടുക്കുവാൻ തയ്യാറാണെന്ന് അവര് പ്രഖ്യാപിക്കുന്നത്. ഈ രണ്ട് സംഭവങ്ങളും 1917 നടക്കുന്നത്. നമ്മൾ ഒരു വിധത്തിൽ പറഞ്ഞാൽ ആ ഫസ്റ്റ് വേൾഡ് വാർ ആണ് റഷ്യ ഈ വിധത്തിൽ വലിയൊരു സാമ്രാജ്യമായി മാറാൻ, രാജ്യമായി മാറാനും ഇസ്രയേൽ മടങ്ങി വരാൻ, കുടിയേറി പാർക്കുവാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുന്ന കാര്യങ്ങൾ ഒരുക്കപ്പെടുന്നത്. ഇത് രണ്ടും നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. കാലത്തിന്റെ അന്ത്യത്തിൽ യേശുക്രിസ്തുവിന്റെ വരവിനുള്ള ബന്ധത്തിൽ, യഹൂദനുള്ള ബന്ധത്തിൽ, യഹൂദൻ ദൈവത്തെ അറിയുവാൻ തക്കവണ്ണം റഷ്യ യഹൂദനെ ആക്രമിക്കും എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. ഞാൻ അതിൻ്റെ വിശദീകരണം എടുത്തുകൊള്ളാം. എന്നാൽ ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ, ആരെങ്കിലും പുതുതായിട്ടുണ്ടെങ്കിൽ, ബൈബിളിൽ എസെക്കിയേൽ പ്രവചനത്തിൽ 2 അധ്യായം, 38ഉം 39ഉം അധ്യായം, ദാനിയേൽ പ്രവചനം 11-ാം അധ്യായത്തിന്റെ 40 തൊട്ട് 45 വരെയുള്ള അധ്യായം, യോബേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ, പ്രത്യേകിച്ച് അതിന്റെ 2:20, ഈ ഭാഗത്തെല്ലാം വടക്ക് നിന്ന് വരുന്ന ശത്രു ദൈവം ഇങ്ങനെ പറയുന്നുണ്ട്, ഇസ്രയേലിന്റെ വടക്ക് നിന്നുള്ള ശത്രു. ഞാൻ ഓർപ്പിച്ചു, വീണ്ടും പ്രവചനം പഠിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ലോകത്തിന്റെ കേന്ദ്രമെന്ന് ദൈവം പറഞ്ഞത് ഇസ്രയേലാണ്. ഇപ്പൊ എസെക്കിയേൽ 38 ഞാൻ തുറന്നു വെച്ചിരിക്കുകയാണ്. എസെക്കിയേൽ 38 അതിന്റെ 11-ാം വാക്യത്തിന്റെ അവസാനത്തിൽ ഇസ്രയേലിനെ കുറിച്ച് പറയുന്നു, ഭൂമിയുടെ മധ്യേ വസിച്ചും ഇരിക്കുന്ന ഒരു ജനം. അപ്പൊ ഭൂമിയുടെ മധ്യയാണ് അവരിയ്ക്കുന്നത്. എസെക്കിയേൽ 5:5 യെശയ്യാവ് 19 അതിന്റെ അവസാന ഭാഗത്ത്. ഞാൻ ഓർപ്പിക്കട്ടെ, ഇസ്രയേൽ ലോകത്തിന്റെ കേന്ദ്രമായി ദൈവം കാണുമ്പോൾ, വടക്കെന്ന് പറയുമ്പോൾ ഇസ്രയേലിന്റെ വടക്കാണ്. ഏറ്റവും വടക്കേറ്റെന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ ഏറ്റവും വടക്ക് കിടക്കുന്ന അറ്റമാണ്. കിഴക്കെന്ന് പറഞ്ഞാൽ ഇസ്രയേലിന്റെ കിഴക്ക് കിടക്കുന്ന ഭാഗമാണ്. അർമഗദോൻ യുദ്ധത്തിൽ അവസാനം വരുന്നത് കിഴക്കൻ രാജാക്കന്മാരാണ്. നമ്മൾ ആ മാപ്പ് എടുത്തു വെച്ച് നോക്കിയാൽ അത് ഏഷ്യൻ രാജ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു. തെക്ക് നിന്ന് ആക്രമിക്കും തെക്കേ ദേശത്തിലെ രാജാവ്. ഇസ്രയേലിന്റെ തെക്ക് കിടക്കുന്നത് ഈജിപ്റ്റാണ്. നമ്മൾ ആ വിധത്തിൽ വേണം ഈ പ്രവചനങ്ങളുള്ള ബന്ധത്തിൽ അതിൻ്റെ ദിക്കുകൾ മനസ്സിലാക്കാൻ. നമുക്കറിയാം, ഈ വടക്കേ അറ്റത്ത് നിന്ന് ദൈവം വരെ അവിടെ കൊണ്ടുവരും. അതിൻ്റെ 4-ാം വാക്യത്തിൽ റഷ്യയോട് പറയുന്നുണ്ട്. ഞാൻ അതിൻ്റെ ഓരോ
പേരുകളുടെ ഒക്കെ പഠനം ഞാൻ എടുത്തോളാം. പക്ഷെ ഇന്ന് അതോടുള്ള ബന്ധത്തിൽ വീണ്ടും ഓർപ്പിക്കട്ടെ, ഞാൻ ഈ 2, 3, 4 ക്ലാസ് കൊണ്ട് ഇത് എടുക്കുന്നത് ഈ ഭാഗം ഒന്ന് തറവാകണം. ഈ ഭാഗം തറവായാൽ ഒരു കാര്യം ഞാൻ പറയാം, വളരെ വ്യക്തമായി നാം വന്നെത്തിയ ദിവസങ്ങളും ലോക സംഭവങ്ങൾ വളരെയധികം വിലയിരുത്തുവാൻ, അനലൈസ് ചെയ്യുവാൻ അതുമൂലം ഇടയാകുമെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. 38-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ, ഞാൻ നിന്നെ വഴിതെറ്റിച്ച് നിന്റെ താടിയലിൽ ചൂണ്ടൽ കൊളുത്തി നിന്നെയും അവന്റെ കൂടെയുള്ള ഒരു കൂട്ടം ജനങ്ങളെയും നിരന്തര ശൂന്യമായി കിടന്ന ഇസ്രായേൽ പർവ്വതങ്ങളിൽ കൊണ്ടുവരും. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഈ വടക്കേ അറ്റത്ത് നിന്ന് അവരെ എവിടെ കൊണ്ടുവരും? ഇസ്രായേൽ പർവ്വതങ്ങളിൽ കൊണ്ടുവരും. വളരെ വ്യക്തമായത് ഓർക്കണം. നമ്മളൊന്ന് ആലോചിച്ച, റഷ്യ എവിടെ കിടക്കുന്നു? ഇസ്രായേൽ എവിടെ കിടക്കുന്നു? ഇസ്രായേൽ ലോകത്തിന്റെ കേന്ദ്ര ഭാഗമാണ്. അവിടെ ദൈവം കൊണ്ടുവരുമെന്ന് ദൈവം വളരെ വ്യക്തമായി ഇന്നേക്ക് ഏതാണ്ട് 2600 വർഷം മുമ്പ് പറഞ്ഞു. ആ പ്രവചനം നിവർത്തിക്കപ്പെടുവാൻ നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചതുപോലെ ഈ 2 ഭാഗങ്ങൾ ഒരുക്കപ്പെടണം. നാം ജീവിക്കുന്ന ദിവസങ്ങളിലാണ് ഈ സംഭവങ്ങളുടെ ഗൗരവം വീണ്ടും നമ്മൾ കാണുന്നത്. ഞാൻ പ്രത്യേകം ഓർപ്പിച്ചു, വളരെ വ്യക്തമായി ഓർപ്പിച്ചു, അതായത് ഈ പ്രവചനങ്ങൾ നിവർത്തിക്കേണ്ടത് അന്ത്യകാലത്തിലാണ്. അന്ത്യകാലം എന്ന് പല വിധത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കൃപായുഗം തൊട്ട് അന്ത്യകാലമെന്ന് പറയുന്നുണ്ട്. എന്നാൽ കർത്താവിന്റെ 2ാം വരവിനുള്ള ബന്ധത്തിലാണ് അന്ത്യകാലമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്ന് നമുക്ക് വളരെ വ്യക്തമായി കാണാനായിട്ട് സാധിക്കും. അതിന്റെ 8-ാം വാക്യം നോക്കട്ടെ. ഏറിയ നാൾ കഴിഞ്ഞിട്ട് നീ ഒടുക്കം വന്നു ചേരുമെന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ വായിച്ചാൽ ഇൻ ദ ലേറ്റർ ഇയേഴ്സ് എന്നാണ്. തുറന്നു വെച്ച ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നോക്കുക. നിങ്ങളുടെ മുന്നിൽ മലയാളം ബൈബിളും ഇംഗ്ലീഷ് ബൈബിളും കൂടെ തുറന്നു വെച്ചാൽ വളരെ നന്നായിരിക്കും. നോക്കുക, ബൈബിൾ പഠനത്തോടുള്ള ബന്ധത്തിൽ വിവിധ ഭാഷകൾ, വിവിധ വേർഷൻസ് ഒക്കെ നമ്മൾ ഉപയോഗിച്ച് ശ്രദ്ധിക്കുക. നോക്കുക, ഇവിടെ അതിന്റെ 8-ാം വാക്യത്തിൽ അനേക നാളുകൾക്ക് ശേഷം ഇത് സംഭവിക്കും. 2600 വർഷം മുമ്പ് എഴുതിയതാണ്. നോക്കുക, എന്ന് സംഭവിക്കും? ഇൻ ദ ലേറ്റർ ഡേയ്സ്, അന്ത്യ ദിവസങ്ങളിലാണ് ഇത് സംഭവിക്കുന്നത്. വീണ്ടും അതിന്റെ 16-ാം വാക്യം നോക്കിയാട്ടെ. അതിന്റെ 16-ാം വാക്യം, 16-ാം വാക്യത്തിൽ വീണ്ടും വായിക്കുന്നു, ദേശത്തെ മറയ്ക്കേണ്ടതിന് അന്ത്യകാലത്ത് ജാതികൾ കാണുക. അന്ത്യകാലത്ത് അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി 2ാമതൊരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. റഷ്യ നമ്മൾ കണ്ടു, യാതൊരു പുരോഗമനമില്ലാതെ കിടന്ന രാജ്യമാണ്. 1917 ഫെബ്രുവരിയിൽ കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ഉണ്ടായ ശേഷം അവരുടെ സമ്പൽഘടനയിൽ ഏറിയ ഭാഗവും ഒരു സൈന്യത്തെ പടുത്തുയർത്തുവാൻ, വലിയ ഒരു 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 സൈനികത്തെ, ഒരു സൈനിക ബലമുള്ള രാജ്യമാക്കി തീർക്കുവാൻ ഇവരുടെ ഭരണകൂടം പണങ്ങൾ ചെലവഴിച്ചു. ആ രാജ്യത്തിന്റെ പുരോഗതിയെക്കാട്ടിൽ കൂടുതൽ, അവരുടെ സാമ്പത്തിക മേഖല ഭദ്രമാക്കുന്നതിൽ കൂടുതൽ സൈന്യം, അമേരിക്കയോട് കിടപിടിക്കുന്ന ഒരു സൈന്യമാക്കി അവരെ തീർക്കുവാൻ അവർ ഒരുപാട് പണം ചെലവഴിച്ച് ആർമി റിസർച്ചും ആയുധങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ അവർ ചെലവഴിച്ചു. 90കളിൽ നമ്മൾ കാണുന്നു കമ്മ്യൂണിസം തകരുന്നു. കമ്മ്യൂണിസം തകരുന്നതിന്റെ കാരണം ഞാൻ ചൂണ്ടിക്കാണിക്കാം. എന്നാൽ ഇവിടെ പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ഒന്നുമില്ലാതെ 1917 കിടന്ന ഈ രാജ്യം നോക്കുക, അത് അധികം വർഷമൊന്നുമായിട്ടില്ല. നമ്മൾ പ്രത്യേകം അത് മനസ്സിലാക്കണം. 1917 എന്ന് പറയുമ്പോൾ ഈ ജനറേഷനിൽ തന്നെ സംഭവിച്ചിരിക്കുന്നു. അവരൊരു വലിയ സൈന്യമായി ഇവിടെ ഈ പ്രവചനം പറയുമ്പോൾ അന്ത്യകാലത്ത് ഈ ആക്രമിക്കാൻ വരുന്ന റഷ്യ വടക്കേ അറ്റത്ത് നിന്ന് വരുമ്പോൾ ഞാൻ 2-3 വാക്യം ഒന്ന് കാണിക്കാം. നമ്മളത് നമ്മുടെ ഭാഷയിൽ വിവർത്തനം ചെയ്ത് മനസ്സിലാക്കണം. അതിന്റെ 15-ാം വാക്യം നോക്കി, 38-ന്റെ 17, നീയും നിന്നോടുകൂടെ പല ജാതികളും ഒട്ടൊഴിയാതെ കുതിരപ്പുറത്തും കയറിയ ഒരു മഹാസമൂഹം, മഹാസൈന്യം. 16-ാം വാക്യം നോക്കി, ദേശത്തെ മറയ്ക്കേണ്ടതിന് ഒരു മേഘം പോലെ. അവരുടെ എയർഫോഴ്സ് ആണ്. തീർന്നില്ല. ദാനിയേൽ 11-ന്റെ 40 നോക്കി. ദാനിയേൽ 11-ന്റെ 40, അന്ത്യകാലത്ത് വീണ്ടും അവിടെ ഇൻ ദ ലേറ്റർ ടൈംസ്, വടക്കേ ദേശത്തിലെ രാജാവ് വീണ്ടും വടക്കേ ദേശത്തെ കുറിച്ച് പറയുകയാണ്. അവിടെ പറയുമ്പോൾ രാജാവ് രഥങ്ങളോടും കുതിരച്ചവർ വളരെ കപ്പലുകളോടും കൂടെ, നേവൽ പവർ,
ഈ 3 വാക്ക് ശ്രദ്ധിക്കുക. മഹാസൈന്യം, മേഘം പോലെ മൂടുന്ന ഒരു വലിയ വരവ്, ദാറ്റ് ഈസ് എയർഫോഴ്സ്. 3 അനേക വളരെ കപ്പലുകളോടെ. ഞാന് ഈ ഭാഗങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇസ്രയേലിൽ നടന്ന യുദ്ധങ്ങളെ കുറിച്ച് ഞാൻ വളരെയധികം ശ്രദ്ധിക്കാറുണ്ട്. 73 ഒരു യുദ്ധം നടന്നു, ഇസ്രയേൽ അറബ് യുദ്ധം. നിങ്ങളിൽ ചിലരെങ്കിലും ഓർക്കുന്നുണ്ട്, ഇസ്രയേലിന്റെ മഹാപാപ പരിഹാര ദിവസം അവരുടെ പടയാളികളൊക്കെ ദുഃഖാചരണമായി പോയിരിക്കുമ്പോൾ അറബി രാജ്യങ്ങൾ അവരെ കയറി ആക്രമിക്കുന്നു. ആ പർട്ടിക്കുലർ ടൈമിലാണ് ആക്രമിക്കുന്നത്. ഈ മഹാപാപ പരിഹാരത്തിന് ഹെബ്രായ ഭാഷയിൽ അവർ പറയുന്നത് യോം കിപ്പൂർ, യോം കിപ്പൂർ എന്ന. അങ്ങനെ 1973 നടന്ന യുദ്ധത്തിന്റെ പേര് യോം കിപ്പർ വാർ എന്നാണ്. മഹാപാപ പരിഹാര ദിവസം നടന്ന യുദ്ധം ആയതുകൊണ്ട് യോം കിപ്പർ വാർ എന്നാണ് 73 യുദ്ധത്തിന് പറയുന്നത്. എന്നാൽ 73 യുദ്ധത്തിൽ നടന്ന സംഭവം നമുക്കറിയാം. ഈജിപ്ഷ്യൻ ആർമിയെ തകർത്ത് കളഞ്ഞു ഇസ്രയേൽ. ഈജിപ്ഷ്യന്റെ അവരുടെ ഒരു സൈന്യത്തിന്റെ ഒരു ഭാഗം, അതായത് ഞാനത് മനസ്സിലാക്കിയത് അവരുടെ ആർമിയുടെ, അതായത് ഈജിപ്ഷ്യൻ തേർഡ് ആർമി, അവരുടെ ഒരു പ്രത്യേക പർട്ടിക്കുലർ ആർമിയുടെ ഭാഗത്തെ ഇസ്രയേൽ വളഞ്ഞ് അവരെ ഇല്ലായ്മ ചെയ്യാൻ, അനിഹിലേറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭം വന്നു. ആ സന്ദർഭം വന്നപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന റഷ്യക്കാര് അവരെ വിടുവിക്കാൻ വേണ്ടി, അന്ന് അമേരിക്കൻ പ്രസിഡന്റ് നിക്സൺ ആണ്, റഷ്യക്കാർ അമേരിക്കയോട് പറഞ്ഞു, ഞങ്ങള് ഈ പട്ടാളത്തെ ഇസ്രയേൽ ആക്രമിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സൈന്യം ഉപയോഗിച്ച് ഞങ്ങൾ അവരെ വിടുവിക്കും. അന്ന് 1973 നിക്സൺ അന്ന് അമേരിക്കൻ പട്ടാളത്തെ അലേർട്ട് ചെയ്തു. റഷ്യയോട് ഏറ്റുമുട്ടാൻ അമേരിക്കൻ പട്ടാളത്തെ അലേർട്ട് ചെയ്തു. അന്നത്തെ ഡീറ്റെയിൽസ് ഞാൻ വായിച്ചപ്പോൾ അന്ന് പറഞ്ഞത്, അന്നൊരു യുദ്ധം നടന്നാൽ, പിന്നീട് വന്ന വാർത്തകളാണ്, അന്നൊരു യുദ്ധം റഷ്യ അമേരിക്ക യുദ്ധം നടന്നാൽ നേവൽ, അതായത് മെഡിറ്ററേനിയൻ കടലിലെ യുദ്ധത്തിൽ അമേരിക്കയെ റഷ്യ തോൽപ്പിച്ചേനെ. അതിന്റെ കാരണം പറഞ്ഞത് ഞാൻ ഇങ്ങനെയാണ്. അന്നേരം ഈ യുദ്ധം നടക്കുമ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ റഷ്യയുടെ 98 കപ്പൽ കിടപ്പുണ്ട്. റഷ്യയുടെ 98 കപ്പലുണ്ട് അവിടെ, നേവൽ ഷിപ്സ്. അമേരിക്കയുടെ ഏതാണ്ട് 65 കപ്പലേ ഉള്ളൂ. അപ്പൊ നമ്മളൊന്ന് ആലോചിച്ചോണം. അത് വെച്ചിട്ട് അവർ കണക്കാക്കി പറഞ്ഞിരിക്കുകയാണ്, അന്നൊരു യുദ്ധം നടന്നിരുന്നെങ്കിൽ റഷ്യൻ നേവി അമേരിക്കൻ നേവിയെ ഓവർറൺ ചെയ്തത്. എന്താ ഞാനത് പറഞ്ഞത്? ദാനിയേൽ 11:40 വളരെ വ്യക്തമായി പറഞ്ഞത് നമ്മൾ കണ്ടു. വടക്കേ ദേശത്തുള്ള രാജാവ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, വളരെ കപ്പലുകളോടെ. യുദ്ധത്തിന് ഏർപ്പെടുന്ന കപ്പലുകൾ നേവൽ ഫോഴ്സ് ആണ്. അപ്പോൾ അവരുടെ നേവി എന്ന് പറഞ്ഞാൽ ഒരുപാട് കപ്പലുണ്ടായിരിക്കും. അവരുടെ എയർഫോഴ്സ് ഒരു മേഘം പോലെ മൂടത്തക്കവണ്ണമായിരിക്കും. അവരുടെ സൈന്യം ഒരു മഹാസൈന്യമായിരിക്കും. ഞാനും നിങ്ങൾ ജീവിക്കുന്ന ഇന്ന് റഷ്യയെ സംബന്ധിച്ച് ഈ യുദ്ധം നടക്കുമ്പോൾ നമ്മൾ വാർത്തകളിലൂടെ മനസ്സിലാക്കുമ്പോൾ ലോകം പേടിക്കുന്ന, നാറ്റോ ഒന്നിച്ചും യൂറോപ്യൻ യൂണിയൻ ഒന്നിച്ചു നിന്നിട്ടും റഷ്യയെ ആക്രമിക്കാൻ അവർക്ക് ഭയമാണ്. എന്താ കാരണം? അത്ര സൈനിക ബലമാണ് റഷ്യക്ക്. 7600 ന്യൂക്ലിയർ വെപ്പൺ ആയുധങ്ങൾ അവരുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവർ നേഷനാണ്. അവരെ ആക്രമിക്കാൻ ഭയമാണ്. അതുകൊണ്ടാണ് പുടിന് നാറ്റോയോ വല്ലോ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്താൽ നിങ്ങളെ ആക്രമിക്കുമെന്നുള്ള ഭീതി മുഴക്കുന്നത്. പുടിൻ ചെയ്ത് നമുക്കറിയാം, അവരുടെ ന്യൂക്ലിയർ സൈന്യത്തെ അലേർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ്. എന്തു സംഭവിക്കാം? പക്ഷേ ഒരു കാര്യം മാത്രം പറയാനാണ് ഞാൻ ഇതെടുത്തത്. ഈ പ്രവചനങ്ങൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ഒന്നുമില്ലാതെ കിടന്ന റഷ്യ ഇത്ര വലിയ സൈന്യമായി, ദൈവവചനത്തിൽ പറഞ്ഞ പോലെ ഇത്ര വലിയ സൈന്യമായി തീർന്നത് എന്തുകൊണ്ടാണ്? ഈ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടണം. ഈ പ്രവചനങ്ങൾ നിവർത്തിക്കപ്പെടണം. അവരുടെ സമ്പൽഘടന ഏറിയ പങ്കും സൈന്യത്തെ വാർത്തെടുക്കാൻ ഉപയോഗിച്ച്
അവർക്ക് വലിയൊരു സൈന്യമുണ്ട്, അവർക്ക് ഒരുപാട് വെപ്പൺസ് ഉണ്ട്, അവർക്ക് വലിയ എയർഫോഴ്സ് ഉണ്ട്, അവർക്ക് വലിയൊരു നേവൽ പവർ ഉണ്ട് പ്രവചനം നിവർത്തിക്കാൻ. ഇനി നമ്മൾ കണ്ടു അനേക രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ പർവ്വതങ്ങളിൽ ജനങ്ങൾ വന്ന് പാർക്കും. എത്ര കൃത്യമാണത് നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ. 130 രാജ്യത്ത് നിന്ന് അവരെ മടക്കിക്കൊണ്ടുവന്ന് അവിടെ ഇസ്രായേൽ പർവ്വതങ്ങളിൽ പാർക്കുകയാണ്. ഞാൻ അവിടെ നിർത്തട്ടെ. എന്നാൽ നമ്മൾ മറ്റൊരു സംഭവം നമ്മുടെ ജീവിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ കണ്ടു. ഞാൻ ഇനിയും അവിടോട്ട് കയറുകയാണ്, പുതിയ ചില വിഷയങ്ങൾ. നമ്മൾ ജീവിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് റഷ്യ USSR എന്ന് അറിയപ്പെട്ടിരുന്ന യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്നാ? യൂണിയൻ ഓഫ് സോഷ്യലിസ്റ്റ് സോവിയറ്റ് റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം രാജ്യങ്ങളായിരുന്നു നമ്മൾ ഇന്ന് പറയുന്ന റഷ്യ. പക്ഷെ ഇപ്പോൾ എന്തോ സംഭവിച്ചു? ഇപ്പം നമ്മൾ കാണുന്നത് റഷ്യ ഇൻഡിപെൻഡന്റ് റഷ്യ എന്നാ പറയുന്നത്. നമ്മൾ കണ്ടു റഷ്യക്ക് USSR കുറിച്ച് പഠിക്കുമ്പോൾ അരിവാളി ചുറ്റികയുമുള്ള കൊടിയായിരുന്നു ചെങ്കൊടി. എവിടെയായിരുന്നത്? ഇന്ന് റഷ്യ ഇൻഡിപെൻഡന്റ് റഷ്യയിൽ അരിവാൾ ചുറ്റിക കൊടിയില്ല. എന്തു പറ്റി? USSR തകർന്നു പോയപ്പോൾ ആ അരിവാൾ ചുറ്റിക ചെങ്കൊടി 1990 ഡിസംബർ മാസം ക്രെംലിനിൽ അത് അഴിച്ച് താത്തി കെട്ടിയപ്പോൾ ഏതാണ്ട് 16 രാജ്യങ്ങൾ അവരുടെ രാജ്യത്തു നിന്നുണ്ടായി, സെപ്പറേറ്റ് നേഷൻസ്. കമ്മ്യൂണിസം തകരുകയാണ്. യൂറോപ്പിൽ ഈസ്റ്റേൺ യൂറോപ്പ് എന്ന് പറയുന്ന, അതായത് യൂറോപ്പ്, കിഴക്കൻ യൂറോപ്പ്, അത് മുഴുവൻ കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ മാത്രമല്ല, കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ആയുധപ്പുരകളായിരുന്നു. വെസ്റ്റേൺ യൂറോപ്പിനെ ആക്രമിക്കുവാൻ ഈസ്റ്റേൺ യൂറോപ്പ് മുഴുവൻ റഷ്യയുടെ ആയുധപ്പുരകളായിരുന്നു. ഈ രാജ്യങ്ങളെല്ലാം സ്വതന്ത്രമായി, റഷ്യയുടെ പിടിയിൽ നിന്ന് മോചിതമായി. ജർമ്മനി രണ്ടായി മാറി നിൽക്കുകയായിരുന്നു. ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും തമ്മിൽ ഒന്നിച്ചു ചേർന്നു. ബെർലിൻ വാൾ എന്ന് പറയുന്ന ഒരു വലിയ വാൾ ഉണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുവാൻ നിവൃത്തിയില്ല. കുടുംബങ്ങൾ പോലും രണ്ടായി ചിതലീകരിച്ച് നിൽക്കുകയാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് റഷ്യയിൽ കമ്മ്യൂണിസം തകർന്നപ്പോൾ ഈ ബെർലിൻ വാൾ അടിച്ച് തകർത്തു. നമ്മൾ അതിന്റെ ചിത്രങ്ങളൊക്കെ കണ്ടത് ഓർമ്മയുണ്ട്. എന്താ ഇത്ര വലിയ വ്യത്യാസം? എന്തുകൊണ്ടാണ് ഈ കമ്മ്യൂണിസം തകർന്നു പോയത്? എന്റെ പ്രിയപ്പെട്ട കേൾവിക്കാരോട് ഞാൻ പറയട്ടെ, ഒരു പടി കൂടെ നമ്മൾ ഈ പ്രവചനം നിവർത്തിപ്പാൻ മുന്നോട്ട് പോവുകയാണ്. നമ്മൾ ഓർക്കണം, ഞാനത് ചൂണ്ടിക്കാണിക്കാം എന്തുകൊണ്ടാണെന്ന്. എങ്ങനെയാണ് ഈ കമ്മ്യൂണിസം റഷ്യയിൽ തകർന്നത്? ഇത്ര വലിയ സൈന്യമുള്ള ഒരു രാജ്യത്ത് അവരുടെ കയ്യിലിരുന്ന രാജ്യങ്ങൾ ഏതാണ്ട് 16 സെപ്പറേറ്റ് ഇൻഡിപെൻഡന്റ് നേഷൻസ് ഉണ്ടാകാൻ എങ്ങനെ ഇടയായി തീർന്നു? 1986 മിഖായിൽ ഗോർബച്ചോവിനെ അവരുടെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തു. മിഖായിൽ ഗോർബച്ചോവ് ചിന്തകനായി. അദ്ദേഹം നോക്കിയപ്പോൾ ഈ സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ് ഓഫ് ഗവൺമെന്റ്, അതായത് എല്ലാം പൊതുവക സോഷ്യലിസ്റ്റ് കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിലുള്ള ഒരു രാജ്യം പുരോഗതി മുന്നോട്ട് പ്രാപിക്കില്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. കാരണം എന്നാ? യൂറോപ്പിന്റെ ഈസ്റ്റേൺ യൂറോപ്പിൽ കമ്മ്യൂണിസ്റ്റ് ചേരിവയിൽ നിന്ന് ഈസ്റ്റേൺ യൂറോപ്പിലെ ഫാക്ടറികൾ പോലും യൂറോപ്പ് ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിന്റെ വളരെ പിറകിൽ നിൽക്കുകയാണ്. ഞാൻ ഓർപ്പിച്ചോ എന്നറിയത്തില്ല. ഇന്നിപ്പം തന്നെ കാർ എടുത്താട്ടെ, നിങ്ങൾ കാനഡയിലും ജീവിക്കുന്ന, നിങ്ങൾ ഇന്ത്യയിൽ ജീവിക്കുന്ന നമ്മളിവിടെ ഇന്ന് കൊറിയൻ കാറ്, ജാപ്പനീസ് കാറ്, ഇംഗ്ലീഷ് കാറ്, ഫ്രഞ്ച് കാറ്, ഇങ്ങനെയുള്ള കാറുകളെല്ലാം കിട്ടും. എവിടെയെങ്കിലും റഷ്യയുടെ കാറ് കിട്ടുമോ? റഷ്യയുടെ കാറുണ്ടോ ഇവിടെ എവിടെയെങ്കിലും? ഗൾഫിലെ എല്ലാ കാർ ഇമ്പോർട്ട് ചെയ്യുകയാണ്. ഞാൻ ജീവിച്ച നാടുകളിൽ, ഞാൻ ഗൾഫിലുണ്ടായിരുന്നപ്പോൾ ലാഡ എന്ന് പറയുന്ന ഒരു റഷ്യൻ കാർ അവിടെ വന്നു. ഞങ്ങളൊക്കെ വളരെ താല്പര്യത്തോടെ നോക്കി നിന്നു. ആ കാറാണ് നമ്മുടെ ഇന്ത്യയിൽ വന്ന ഫിയറ്റ് 118. നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഫിയറ്റ് 118 എന്ന് പറയുന്നത് ഈ ലാഡയാണ്. റഷ്യൻ കാറുകൾ വളരെ പിന്നോക്കമായിരുന്നു. ഗോർബച്ചോവ് ഇത് മനസ്സിലാക്കി. ഇൻഡസ്ട്രീസ് മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളോട് കിടപിടിക്കാൻ കഴിയുന്നില്ല.
ഈ കമ്മ്യൂണിസ്റ്റ് ചേരുവയിലുള്ള രാജ്യങ്ങളും റഷ്യയിലും വീടുകൾ പോലും പൊളിഞ്ഞു വീഴുകയാണ്, ഫാക്ടറികൾ തകർന്നു പോവുകയാണ്, ജനങ്ങൾ വളരുന്നില്ല, ജനങ്ങൾ സോഷ്യലിസം, അവർക്ക് ചിന്തിക്കാനോ പ്രവർത്തിപ്പാനോ മനസ്സില്ല. വളരെ പുറകോട്ട് പോകുന്നതായിട്ട് കണ്ടപ്പോൾ മിഖായിൽ ഗോർബച്ചോവ് ഒരു 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 ധൈര്യശാലിയായ, ഒരു കറേജിയസ് ആയ മനുഷ്യൻ 2 പുതിയ വ്യവസ്ഥിതികൾ കൊണ്ടുവന്നു. മനുഷ്യൻ തുറന്ന മനസ്സോടെ ചിന്തിക്കണം. മനുഷ്യൻ തുറന്ന മനസ്സോടെ ചിന്തിച്ച് ആശയങ്ങൾ പുറത്തു കൊണ്ടുവന്ന് അവർ പ്രവർത്തന നിരതരായി മാറണം. എങ്കിൽ മാത്രമേ മുന്നോട്ട് രാജ്യം പുരോഗമിക്കുകയുള്ളൂ എന്ന് ഗോർബച്ചോവ് കണ്ടു. അദ്ദേഹം കൊണ്ടുവന്ന 2 പ്രസ്ഥാനമാണ് ഗ്ലാസനോസ്റ്റ് എന്നും പെരിസ്ട്രോയിക്ക എന്നും പറയുന്ന 2 കാര്യം. ഗ്ലാസനോസ്റ്റും പെരിസ്ട്രോയിക്കയും. ഗ്ലാസനോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്പൺനെസ്, തുറന്ന മനസ്ഥിതി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയണം. നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഏതാണ്ട് 73 വർഷമായി തുറന്നു പറയുവാൻ റഷ്യയിൽ സ്വാതന്ത്ര്യമില്ലായിരുന്നു. നിങ്ങളുടെ അഭിപ്രായം പത്രങ്ങളിൽ പ്രസിദ്ധപ്പെടുത്താൻ അനുവാദമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുവാൻ അവകാശമില്ല. അതിന് പറയുന്നതാണ് റിപ്രഷൻ. അതായത് കമ്മ്യൂണിസ്റ്റ് റഷ്യയുടെ ഉരുക്കുമുഷ്ടി കൊണ്ട് മനുഷ്യന്റെ ആശയങ്ങളും ചിന്തകളെയും അടിച്ചമർത്തി, ആ അടിച്ചമർത്തിയ കിരാത ഭരണമെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. 73 വർഷം കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ സ്വതന്ത്രമായി മനുഷ്യന് സംസാരിപ്പാൻ നിവൃത്തിയില്ല. നമ്മുടെ നാട്ടിലൊക്കെ നോക്കിയാൽ നമ്മുടെ ഡെമോക്രസിയുടെ പ്രത്യേകതയാണ്, ഈ വഴിയിലൊക്കെ പോകുമ്പോൾ കാണാൻ ആളുകൾ നിന്ന് പ്രസംഗിക്കുന്നു, രാഷ്ട്രീയ മീറ്റിങ്ങുകൾ നടത്തുന്നു. റഷ്യയിൽ നടക്കില്ല. റഷ്യയിൽ അങ്ങനെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് തുറുങ്കലിൽ അടയ്ക്കും. സ്വാതന്ത്ര്യമില്ല. അതിന്റെ പേരാണ് ഉരുക്കുമുഷ്ടി കൊണ്ടുള്ള ഭരണം. ആ ഭരണം മാറണമെന്ന് ഗോർബച്ചോവ് കണ്ടു. അതിന് ആദ്യം കൊണ്ടുവന്നതാണ് ഗ്ലാസനോസ്റ്റ്. തുറന്ന മനസ്ഥിതി, ഒരു പുതിയ ആശയം കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് രണ്ടാമത് താൻ കൊണ്ടുവന്നു പെരിസ്ട്രോയിക്ക, പുതിയ സംഘടിപ്പിക്കൽ, പുതുക്കൽ എന്ന് പറഞ്ഞാൽ ആശയങ്ങൾ പുതുതാക്കുകയും മനുഷ്യൻ പുതിയൊരു വ്യവസ്ഥയിലേക്ക് വരണം, എല്ലാവരും മാറണം, അടിസ്ഥാനമായി മാറണമെന്ന് പറഞ്ഞു. ഭയങ്കര നല്ല ആശയം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ക്യാപിറ്റലിസം പോലെ തന്നെ അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ആളുകൾ പുരോഗതി പ്രാപിക്കുന്ന പോലെ ആകുവാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ്. എന്ത് സംഭവിച്ചു? കമ്മ്യൂണിസ്റ്റ് അനുഭാവികള്, അവിടെയുള്ള യാഥാസ്ഥിതിക കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഗോർബച്ചോവ് താനൊരു അവധിക്ക് പോയി. നമുക്ക് ഇന്ന് വളരെ പരിചയമുണ്ട് ആ സ്ഥലം, ക്രിമിയ. ഉക്രൈന്റെ അടിയിൽ കിടക്കുന്ന ക്രിമിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹോളിഡേക്ക് ചില ദിവസങ്ങൾ പോയി. ആ സമയത്ത് 1991 ഓഗസ്റ്റ് മാസം 19 തൊട്ട് 21 വരെയുള്ള ദിവസങ്ങളിൽ വേറെ ഒരു മനുഷ്യൻ, ബോറിസ് യാൽസിൻ എന്ന് പറയുന്ന അദ്ദേഹം, ചുരുക്കി പറയട്ടെ, അദ്ദേഹം ഈ ഇൻഡിപെൻഡന്റ് റഷ്യയുടെ, നമ്മൾ ഓർക്കണം, USSR തകരുകയാണ്, 16 രാജ്യങ്ങൾ സ്വതന്ത്രമാകുകയാണ്, റഷ്യ ഇൻഡിപെൻഡന്റ്. എനിക്ക് കാണിക്കാൻ നിവൃത്തിയില്ല, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കാണണം. 90കളിലുള്ള USSRന്റെ പടവും 91ലുള്ള റഷ്യ, ഇൻഡിപെൻഡന്റ് റഷ്യയുടെ പടവും നിങ്ങൾ നോക്കിയാൽ കാണാം. രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമായി പോയിട്ട് USSR ചെറുതായി തീർന്ന കാണാം. 1990ലെ USSRന്റെ പടവും 1991ലെ USSRന്റെ പടവും കൂടെ നിങ്ങൾ ഈ നെറ്റിൽ കയറി ഒന്ന് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേക സമയം ഈ ബോറിസ് യെൽസിൻ പ്രസിഡന്റായി, റഷ്യയുടെ പ്രസിഡന്റായി എലക്റ്റഡ് ആകും. ഭയങ്കര അൺസർട്ടനിറ്റി. അന്ന് എന്തോ സംഭവിച്ചെന്നറിയാമോ? അന്നാണ് ഏതാണ്ട് 16 സെപ്പറേറ്റ് സ്റ്റേറ്റുകൾ USSRൽ നിന്നുണ്ടായി. ഉണ്ടായപ്പോൾ ഇനിയും നോക്കണം, തിരുവചന പ്രവചനം ഞാൻ കാണിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 50 തൊട്ട് 60 മില്യൺ, ദശലക്ഷം മുസ്ലിങ്ങളുള്ള ഒരു പ്രത്യേക ഭാഗമുണ്ട്. 50 to 60 million Muslims. Yes. ആ പടം നോക്കിയേ. 1990ലുള്ള റഷ്യയും നോക്കുക, ഈ റഷ്യയിൽ നിന്ന് ഈ ഭാഗമെല്ലാം പോയി, അടർന്നുപോയി. ഈ അടി കിടക്കുന്ന ഭാഗങ്ങളും ഈ അടി കണ്ടോ ഒരു 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 പ്രത്യേക ഭാഗം, അവിടെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നു.
ഇവിടെ ഈസ്റ്റേൺ യൂറോപ്പിലുള്ള രാജ്യങ്ങളും പോയി. ഇത് US റഷ്യൻ ക്രൈസിസിൽ അവർ ആ പടമെടുത്ത് കാണിച്ചിരിക്കുക. അതിന് മുമ്പൊരു മാപ്പ് കാണിച്ചല്ലോ, ഒന്ന് നോക്കി. ഇതല്ല, ഇതിന് മുമ്പൊരു മാപ്പ്, ഇതിന് ഇപ്പുറത്തൊരു മാപ്പ് ഉണ്ട്. ഇതാണ് പോസ്റ്റ് സോവിയറ്റ് സ്റ്റേറ്റ്. നോക്കി, ഇതാണ് അതിന്റെ കറക്റ്റ് കിടക്കുകൾ. ഭയങ്കര ഒരു രാജ്യമായിരുന്നു. പക്ഷെ ഇവിടെ യൂറോപ്പിലുള്ള രാജ്യങ്ങളൊക്കെ സ്വതന്ത്രമായി. അവരുടെ പിടിയിലുണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെ പോയി. ഈ 6 എന്ന് പറയുന്ന സ്ഥലം കണ്ടോ? 6 രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ 6 നമ്മൾ ആ ഭാഗം ഒന്ന് ചിന്തിക്കാൻ പോവുകയാണ്. അത് ഇതിനകത്ത് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അത് ഏതാന്ന്? ഇനിയോ ഈ 6 കാണിച്ചിരിക്കുന്ന ഒന്ന് മൈൻഡ് വെച്ചേക്കണം. നമ്മൾ ആ ഭാഗം ഒന്ന് നോക്കട്ടെ. 6 എന്ന് പറയും. യെസ്, നമുക്ക് ഈ കമ്മ്യൂണിസം നോക്കുക. ഇവിടെ ഉണ്ടല്ലോ ഈ 6 എന്ന് പറയുന്ന ഈ സ്ഥലത്ത്, 6 കൊണ്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലത്ത്, അവിടെ മെയിൻലി മുസ്ലിങ്ങളാണ്. 50 തൊട്ട് 60 മില്യൺ മുസ്ലിങ്ങൾ അവിടെ. ഇത്രയും ശക്തമായ കമ്മ്യൂണിസ്റ്റ് ഭരണം അടിച്ചമർത്താൻ നോക്കിയിട്ടും അവരുടെ മുസ്ലിം ചിന്താഗതികൾ മാറിയില്ല. അവിടെ കുറെ രാജ്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയി മാറി. കുറെ രാജ്യങ്ങൾ അവിടെ ഇൻഡിപെൻഡന്റ് ആയി മാറി. ആ ഇൻഡിപെൻഡന്റ് ആയ രാജ്യങ്ങള് ഇവിടെ ഈ 6 രേഖപ്പെടുത്തിയെടുത്ത് ഏതാണ്ട് 7 ഇൻഡിപെൻഡന്റ് മുസ്ലിം രാജ്യങ്ങളുണ്ടായി. 7 ഇൻഡിപെൻഡന്റ് മുസ്ലിം രാഷ്ട്രം. കമ്മ്യൂണിസം തകർന്നപ്പോഴാണ്. അവരുടെ പേരാണ് അസർബൈജാൻ. അതായത് 1991 ഓഗസ്റ്റ് 30 അവർ ഇൻഡിപെൻഡന്റ് ആയി. പിന്നീട് കിർഗിസ്ഥാൻ, ഉസ്ബാക്കിസ്ഥാൻ, പിന്നീട് തജാക്കിസ്ഥാൻ, ടർക്കമിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ചെച്ചൻസ്. റഷ്യയുടെ അടിയിൽ കിടക്കുന്ന ഈ ഭാഗം, ഉക്രൈന്റെ ഇപ്പുറത്തുള്ള ഈ ഭാഗം, ഇത് ഏഷ്യയുടെ മോൾ ഭാഗമായിട്ട് വരും. സോറി, ഇവിടെ ദേ അവിടെ നമ്മൾ കണ്ടേ, ആ ബ്ലൂ കൊണ്ട് അടയാളപ്പെടുത്തിയ ഭാഗമാണ്. അതായി 6 എന്ന് പറയുന്നത്. ഈ കസാക്കിസ്ഥാൻ, ഉസ്ബാക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഇവിടെ ഏതാണ്ട് 7 ഇൻഡിപെൻഡന്റ് രാജ്യങ്ങൾ. അസർബൈജാൻ, കിർഗിസ്ഥാൻ, ഉസ്ബാക്കിസ്ഥാൻ, തജാക്കിസ്ഥാൻ, ടർക്കമിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ചെച്ചൻസ്. ഇവരുടെ പേര് ബൈബിളിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ ഇവർക്ക് ഒരു പേര് കൊടുത്തിട്ടുണ്ട്. ഇവരുടെ പേരാണ് തോഗർമ ഗൃഹം. റഷ്യയോട് കൂടെ മാർച്ച് ചെയ്ത് വരുന്ന ഒരു കൂട്ടം രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ 6-ാം വാക്യം നോക്കിയേ. 38-ന്റെ 6-ാമത്തെ വാക്യം നമ്മൾ പഠിക്കുന്നത് കൊണ്ടൊന്ന് നോക്കാം. ബൈബിളൊന്ന് ഓർത്തു വെച്ചിട്ട് നോക്കിയേ. 38-ന്റെ 6. റഷ്യയോട് കൂടെ മാർച്ച് ചെയ്ത് വരുന്ന രാജ്യങ്ങളുടെ എല്ലാം പേരെടുക്കുന്നില്ല ഞാൻ. അവിടെ ഒരു പ്രത്യേക പേര് പറഞ്ഞു. 6-ാം വാക്യത്തിൽ വടക്കേ അറ്റത്തുള്ള തോഗർമ ഗൃഹം. വടക്കേ അറ്റത്തുള്ള തോഗർമ ഗൃഹം. ഈ തോഗർമ ഗൃഹം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഒന്ന് പഠിക്കേണ്ടത് ആവശ്യമാണ്. എന്നിലേ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ബെയ്ത്ത് തോഗർമ എന്ന, ബെയ്ത്ത് എന്ന് പറഞ്ഞ ഹൗസ് എന്ന, ബേത്ത്ലഹേം, ഹൗസ് ഓഫ് ബ്രെഡ്. ബേത്ത്ലഹേം, ഹൗസ് ഓഫ് ബ്രെഡ്. ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ അറബിയിലും ബെയ്ത്ത് എന്ന് പറഞ്ഞാൽ വീടെന്ന. ബേത്ത്ലഹേം ഹൗസ്, ബേത്ത് തോഗർമ, ഹൗസ് ഓഫ് ടോഗർമ. ഈ ടോഗർമ എന്ന് പറയുന്ന ആരാണ്? ഉൽപ്പത്തി 11 എടുത്തേ. ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം. പത്താം അധ്യായത്തിന്റെ 3-ാം വാക്യം നോക്കിയാട്ടെ. 2-ാം വാക്യം. അതായത് നോഹയ്ക്ക് 3 മക്കളാ, ഷേം, ഹാം, യാഫത്ത്. യാഫേത്തിന്റെ പുത്രന്മാരുടെ പേര് പറയുക. 2-ാം വാക്യം. യാഫേത്തിന്റെ പുത്രന്മാർ ഗോമർ, മാഗോഗ് എന്ന് പറഞ്ഞിട്ട് 3-ാം വാക്യം ആ യാഫേത്തിന്റെ പുത്രനാണ് ഗോമർ. ഗോമറിന്റെ പുത്രന്മാരുടെ പേരിൽ ഒരു പേരേതാ? തോഗർമ. തോഗർമ, ടോഗർമ. ഇനിയും എസെക്കിയേൽ 27 എടുത്തു നോക്കി.
ലോകത്തിലെ വലിയ വാണിജ്യ കേന്ദ്രമായിരുന്നു സോരും സീദോനും. സോർ എന്ന് പറയുന്നത് ടയർ ആൻഡ് സൈഡൺ, അതായത് അവര് മെഡിറ്ററേനിയൻ കടലിന്റെ തീരത്ത് ലെബനോനിലുള്ള ഒരു പ്രത്യേക പോർട്ടാണ്. വലിയ ധനം നിറഞ്ഞു നിന്ന ഒരു അന്തർദേശീയ വാണിജ്യ കേന്ദ്രമായിരുന്നു സോർ അല്ലെങ്കിൽ ടയർ. ടയറിനോട് വ്യാപാരം ചെയ്തവരെ നോക്കി 27-14 വാക്യം. അനേക രാജ്യങ്ങളുടെ പേര് പറയുമ്പോൾ 14 വാക്യം, തോഗർമ്മ ഗൃഹക്കാർ നിന്റെ ചരക്കിന് പകരം കുതിരകളെയും പടക്കുതിരകളെയും കോവർക്കഴുതയും തന്നു. അപ്പോൾ തോഗർമ്മ ഗൃഹക്കാരെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗൃഹക്കാരെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകളാണ്. എന്ന് പറഞ്ഞാൽ ഈ ബേത് തോഗർമ്മ, അതായത് ഹൗസ് ഓഫ് തോഗർമ്മ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ നമ്മളൊരു മാപ്പ് എടുത്തു വെച്ച് നോക്കിയാൽ അതിന്റെ ഇപ്പോൾ ഇങ്ങനെ മാപ്പ് നോക്കുമ്പോൾ ഈ തോഗർമ്മ ഗൃഹത്തിന്റെ ഇടതുവശത്തോട്ട് നോക്കിയാൽ അർമേനിയ അല്ലെങ്കിൽ ടർക്കി എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രദേശമാണ് തുർക്കി. ഈ തുർക്കികളുടെ ഇടയിൽ നിന്നുള്ളവര് കുടിയേറി, യെസ്, നോക്കിയേ, ഇവിടെ നമുക്ക് നോക്കാം. നോക്കിയേ, ഇവിടെ കാണുന്നുണ്ട്, നോക്കിയാട്ടെ, ടർക്കി, അർമേനിയ. നോക്കിയേ, ഈ ടർക്കി, അർമേനിയ, ഇവിടെ നിന്നുള്ളവരാണ് ഇങ്ങോട്ട് കയറിയത്. ഇവർ ഇങ്ങോട്ട് കയറി. ഉസ്ബാക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ ഇങ്ങനെ പറയുന്ന ഈ രാജ്യങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കയറി. ഇവരുടെ കൂട്ടത്തിലാണ് നിങ്ങൾ ഈ പേര് നോക്കിയേ, കസാക്കിസ്ഥാൻ, ഉസ്ബാക്കിസ്ഥാൻ, ടർക്കമിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഇവരും ആ കൂട്ടത്തിൽ വരുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ഉസ്ബാക്കിസ്ഥാൻ, ടർക്കമിസ്ഥാൻ, ഇതിന്റെ എല്ലാം കൂടെ ഇത് ഈ ടർക്കി അർമേനിയ പ്രദേശത്ത് നിന്ന് കുടിയേറിയവരാണ്. ഇവരുടെ പേരാണ് ആര്? എന്ത് പേര്? ഈ നമ്മളിപ്പം വായിച്ചുകൊണ്ടിരിക്കുന്നത് തോഗർമ്മ ഗൃഹക്കാർ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ടർക്കിഷ് ബ്ലഡ് ഉള്ള ഒരു കൂട്ടം ആളുകളാണ്. എത്ര കൃത്യമായിട്ടാണെന്ന് നോക്കിയേ. മാത്രമല്ല, നമ്മൾ ഓർത്തതുപോലെ ഇസ്രായേലിന്റെ വടക്കേ ഭാഗത്ത് നിന്നുള്ള റഷ്യയെ കുറിച്ച് പറയുമ്പോൾ ഇവരും വടക്കേ അറ്റത്ത് നിന്ന് വരുമെന്ന അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ പ്രവചനം നിവർത്തിക്കുവാനുള്ള കാര്യമെന്ന് ഓർത്തു നോക്കി. ഒന്നാമത്, ഇവര് ഈ ഇത്രയും വർഷം 73 വർഷം കമ്മ്യൂണിസ്റ്റ് റീജിയന്റെ കീഴിൽ കിടന്നിട്ടും ഈ രാജ്യങ്ങൾ ഇന്നും മുസ്ലിം രാജ്യങ്ങളാണ്. അവരെല്ലാം തിരുവചനത്തിലൂടെ നമ്മൾ കണ്ടതുപോലെ ടർക്കി അർമേനിയ ഭാഗത്തു നിന്ന് കയറിയ ടർക്കിഷ് ബ്ലഡ് ഉള്ളവരാണ്. അതുകൊണ്ട് അവരെ ഒരു വീട്ടുകാരായിട്ട് പറഞ്ഞു, ബെയ്ത്ത് തോഗർമ്മ, ഹൗസ് ഓഫ് തോഗർമ്മ. ആ ബെയ്ത്ത് എന്നുള്ള പേര് അവരുടെ ആ കുടുംബത്തെ കാണിക്കുന്ന. ഞാൻ ഓർപ്പിച്ചു, ബേത്ത്ലഹേം, ഹൗസ് ഓഫ് ബ്രെഡ് എന്നാണ്. ബേത്ത് എന്ന് പറഞ്ഞാൽ, ബേത്ത് എന്ന് പറഞ്ഞാൽ വീടെന്നാണ്. അപ്പോൾ അതൊരു കൂട്ടം ആളുകൾ, ഒരു എത്നിക് ബ്ലഡ് ഉള്ള ഒരു കൂട്ടം ആളുകളാണ്. അത് ടർക്കിഷ് ബ്ലഡ് ആണ്. ദൈവജനത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, 1990 വരെ ഈ പ്രവചനം നിവൃത്തിയില്ലായിരുന്നു. 90കളിൽ കമ്മ്യൂണിസം തകർന്നപ്പോൾ ഈ പറഞ്ഞ വടക്കേ അറ്റത്തുള്ള തോഗർമ്മ ഗൃഹം ഒരുക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അവര് എല്ലാം ഇസ്ലാമിക് രാജ്യങ്ങളാണ്. ഇവര് സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 1991 ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ ഈ 3 മാസത്തിനുള്ളിൽ ഈ രാജ്യങ്ങൾ അവിടെ സ്വതന്ത്രമായി. നിങ്ങളൊന്ന് ആലോചിച്ചേ, ഇത്ര ഉരുക്കുമുഷ്ടി കൊണ്ട് ഭരിച്ച, ഇത്ര സൈനിക ബലമുള്ള റഷ്യയുടെ കയ്യിൽ നിന്ന് ഇവർ എങ്ങനെ സ്വതന്ത്രമായി? ഇവിടെയാണ് ദൈവത്തിന്റെ കരം. ഇവിടെയാണ് ഒരു ദൈവവൈതൽ അത്ഭുതകരമായ ദൈവിക നിവൃത്തികൾ കാണുന്നത്. പ്രവചനത്തിന്റെ ഇത്ര ഉരുക്കുമുഷ്ടിയിൽ നിന്ന് ഒരിക്കലും വിടുവിക്കപ്പെടാൻ സാധിക്കാത്ത ഈ ആളുകള് പുതിയ രാജ്യമായി ഇവിടെ രേഖപ്പെടുത്തിയ പോലെ വടക്കേ അറ്റത്തുള്ള ഈ ടർക്കിഷ് ബ്ലഡുള്ള ഒരു കൂട്ടം രാജ്യങ്ങളായി മാറത്തക്കവണ്ണം ദൈവം അവരെ ക്രമീകരിച്ചു എന്ന് ആലോചിച്ച് നോക്കിയേ. That happened in 1991. ഞാനും നിങ്ങൾ ജീവിക്കുമ്പോൾ, ഞാൻ മറ്റേ പേരുകളൂടെ എടുക്കുമ്പോൾ നിങ്ങളത് കാണാം. ഇതേ സമയത്ത് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളുണ്ടല്ലോ. ഏതാ? റഷ്യയുടെ കൂടെ മാർച്ച് ചെയ്ത് വരുന്ന രാജ്യങ്ങൾ. 6-ാം വാക്യം. ഞാൻ ഓരോന്നും എടുത്തു വായിക്കാം. എന്നാൽ ഒരു പ്രത്യേക കാര്യം പറയാൻ വേണ്ടി ഞാൻ ആ ഭാഗം എടുക്കുക. നോക്ക, ഇവിടെ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങൾ ഇപ്പോള് ഇറാന്, കൂശ്യര്, പൂത്യര്, ഗോമരെല്ലാം അത് ആരാണെന്നുള്ളത് ഞാൻ പുറകെ പറഞ്ഞോളാം. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക,
ഇവിടെ പേര് പറഞ്ഞ രാജ്യങ്ങളെല്ലാം ഇസ്ലാമിക് തീവ്രവാദത്തിന് കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളാണ്. നിങ്ങള് ഒന്ന് ആലോചിക്കണം. ഞാൻ ഒന്ന് ലളിതമായി പറയട്ടെ. 48 ഇസ്രായേൽ സ്വതന്ത്രമായപ്പോൾ 13 മാസം നീണ്ടു നിന്നു ഇൻഡിപെൻഡന്റ് വാർ. അന്ന് അറബി രാജ്യങ്ങൾ ഒന്നിച്ച് ഇസ്രായേലിനെ ആക്രമിച്ചു. 56 ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ അറബി രാജ്യങ്ങൾ എല്ലാം ഒന്നിക്കുകയാണ്. 67 യുദ്ധത്തിലും ഇസ്രായേലിനെതിരെ അറബി രാജ്യങ്ങൾ ഒന്നിച്ചാണ്. 73 യോം കിപ്പർ യുദ്ധത്തിലും അറബി രാജ്യങ്ങൾ ഒന്നിച്ചാണ് ഇസ്ലാമിക് രാജ്യങ്ങൾ. 82 ഇസ്രായേൽ ലെബനോൻ ആക്രമിക്കുമ്പോഴും ഏതാണ്ട് അറബി രാജ്യങ്ങളെല്ലാം ഒന്നിച്ചാണ്. പക്ഷേ ഇന്ന് നമ്മൾ ഇപ്പം ജീവിക്കുന്ന ഇന്ന് നോക്കിയാൽ ഇവിടെ പറയുന്ന രാജ്യങ്ങൾ റഷ്യയുടെ ചേരുവയിലേക്ക് വന്നു. ഇതെന്നാ വന്നത്? ഇത് വന്നത് ഏതാണ്ട് 1979 ശേഷമാണ്. അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിക്കും. വീണ്ടും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ഞാനത് വളരെ ഗൗരവമായി ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചത് കൊണ്ടാണ് പ്രിയപ്പെട്ട നിങ്ങളോട് ഞാനത് പറയുന്നത്. നോക്കുക, 1979 ശേഷമാണ് ഇസ്ലാം തീവ്രവാദം ലോകത്തിൽ പടർന്നു പിടിക്കുന്നത്. അതെങ്ങനെയാ പടർന്നു പിടിച്ചത്? നിങ്ങളെ 79 നിങ്ങൾ ഇറാൻ തന്നെ എടുക്കുക. ഇവിടെ പറയുന്ന ആദ്യത്തെ രാജ്യം പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇറാൻ. ഇറാനെ ഒന്ന് എടുത്തേ. 1979 വരെ ഇറാൻ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും പക്ഷമായി. ആണോന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അവിടെ ഭരിച്ചിരുന്ന രാജഭരണം ആരായിരുന്നു? അവസാനത്തെ ഭരണകർത്താവ് മുഹമ്മദ് റസാ ഷാ. നമ്മൾ പറയാറുണ്ട് ഷാ എന്ന് പറയാറുണ്ട്. മുഹമ്മദ് റസാ ഷാ 41 തൊട്ട് 79 വരെ ഭരിക്കുകയാണ്. അന്നേരം യൂറോപ്പിന്റെയും അമേരിക്കയുടെയും പക്ഷത്ത് നിൽക്കുകയാണ്. വളരെ പുരോഗമനവാദിയായ ഒരു ഭരണകർത്താവായിരുന്നു ഈ മുഹമ്മദ് റസാ ഷാ. എന്നാൽ 1979 ഇറാനിൽ ഒരു വിപ്ലവം ഉണ്ടായി, മതവിപ്ലവം. നാടുകടത്തപ്പെട്ട അയത്തുള്ള ഖൊമേനി പാരീസിൽ നിന്ന് ലാൻഡ് ചെയ്യുവാൻ അമേരിക്ക അനുവദിച്ചു കൊടുത്തു. അമേരിക്ക ഈ ഷായെ അനുകൂലമായി നിന്നുകൊണ്ട്, ഇതാണ് ഈ അമേരിക്കക്കാരെ നമ്പി നിന്നാൽ അവര് രക്ഷപ്പെടത്തില്ലെന്ന് സാധാരണ ഒരു പറച്ചിലുള്ളതിന്റെ ഒരു കാരണം അതാ. അത്രയും വർഷം ഷാ അമേരിക്കയുടെ കൂടെ നിന്നു. ഷായെ തകിടം മറിക്കാൻ വേണ്ടി അയത്തുള്ള ഖൊമേനി പാരീസിൽ നാടുകടത്തപ്പെട്ട അയത്തുള്ള ഖൊമേനി ലാൻഡ് ചെയ്യുമ്പോൾ അമേരിക്കക്കാര് വിരളനക്കിയില്ല. 79 ഇസ്ലാം തീവ്രവാദികളായ അയത്തുള്ള ഖൊമേനിയുടെ ആളുകൾ അവരുടെ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക് റവല്യൂഷൻ നടന്ന് 79 തൊട്ട് ഇവരുടെ ഭരണമാണ്. ഷാ നാട് കടത്തപ്പെട്ടു. ഇറാൻ ഇന്ന് ഏത് പക്ഷത്തിലേക്ക് പോയി? റഷ്യയുടെ പക്ഷമാണ്. അമേരിക്കയുടെ ബദ്ധവൈരാഗികളാണ്. ഇനി നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർത്തോണം. ഈ ഇറാനാണ് ആവർത്തിച്ച് പറയുന്നു ഇസ്രായേലിനെ തുടച്ചു കളയണം. അവരുടെ ഈ ഭരണകൂടത്തിന്റെ ഉദ്ദേശം ഇവരെ തുടച്ചു കളയണമെന്ന്. ഇസ്രായേലിനെ തുടച്ചു കളയണം. അവർ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നുണ്ട്. ആറ്റം ബോംബ് ഉണ്ടാക്കി കഴിഞ്ഞോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ആറ്റം ബോംബ് ഉണ്ടാക്കുമ്പോൾ ഈ വാർത്തയിൽ ഞാൻ കണ്ടു, ഈ ആറ്റം ബോംബ് ഉണ്ടാക്കുന്നത് ഇസ്രായേലിന്റെ നെഞ്ചത്തിടാനാണെന്ന് അവർ പറഞ്ഞു. ഇടാൻ സാധ്യതയുണ്ട്. അത് ചെയ്യാതിരിക്കാൻ നിങ്ങൾ ഇന്നത്തെ വാർത്ത കണ്ടോ? ഇസ്രായേൽ ചിന്തിക്കുകയാണ്, ഇസ്രായേലിൽ ശബ്ദമുയർന്നു വേറൊരു ദ്വീപ് അവർ മേടിക്കാനായിട്ട്. എന്തിനാണെന്നറിയാമോ? ഈ ഇറാൻ യുദ്ധം ഉണ്ടാകുമെന്ന് ഇവർക്കറിയാം. യുദ്ധം ഉണ്ടായാൽ ഇവരെങ്ങോട്ടാ ഓടിപ്പോന്നേ? ഇവരുടെ ചുറ്റും കിടക്കുന്ന മുസ്ലിം രാജ്യങ്ങളാ. ഏത് രാജ്യത്തോടുകൂടി രക്ഷപ്പെടും? ഇപ്പോൾ ഉക്രൈനിൽ യുദ്ധം നടന്നപ്പോൾ പോളണ്ടിലോട്ടും അവിടെ ഇവിടെ എല്ലാം ആളുകൾ കുടിയേറിപ്പോയി. 1 കോടിയിലധികം ആളുകൾ അങ്ങോട്ട് പോയി. അവരൊക്കെ ഫ്രണ്ട്ലി നേഷൻസാ. ഇസ്രായേലിൽ അങ്ങനെ ഒരു യുദ്ധം ഉണ്ടായാൽ ഏത് ഫ്രണ്ട്ലി നേഷൻസിലോട്ട് പോകും? അവർക്ക് പോകാൻ സ്ഥലമില്ല. അതുകൊണ്ട് അവരുടെ ആളുകൾ പറഞ്ഞു, ഞാൻ ആ ദ്വീപിന്റെ പേര് മറന്നു, ആർക്കും വേണ്ട, വളരെ ജനപ്പെരുപ്പമില്ലാത്തൊരു ദ്വീപുണ്ട് അടുത്ത്. ആ ദ്വീപ് വിലയ്ക്ക് മേടിക്കാനായിട്ട് പ്രപ്പോസൽ വന്നു കഴിഞ്ഞു. കാരണം ഇവിടെ യുദ്ധം ഉണ്ടായാൽ, ന്യൂക്ലിയർ ബോംബ് ഇട്ടാൽ ഇസ്രായേൽ മക്കൾക്ക് അവിടെ പോയി പാർക്കാൻ വേണ്ടി. പക്ഷേ
ഇവിടെ പ്രത്യേക ഒരു കാര്യം ഓർക്കുക, ഇസ്രായേലിനെ ഇവർ തുടച്ചു കളയുമെന്ന് പറഞ്ഞു. ഞാൻ ഒരു വാക്യം ഒന്ന് വായിച്ചോട്ടെ. യെരമ്യാ പ്രവചനം നിർത്തി, അതിന്റെ 49-ാം അധ്യായം നിർത്തി. യെരമ്യാ പ്രവചനം 49-ാമത്തെ അധ്യായം, 49-ാം അധ്യായത്തിന്റെ 34 തൊട്ടുള്ള വാക്യം നോക്കിയേ. 34 തൊട്ട് 39 വരെയുള്ള വാക്യം. നിങ്ങൾ ആ മലയാളം ബൈബിളിൽ 34-ാം വാക്യത്തിന്റെ മുകളിൽ ഇറാൻ എന്ന് നിങ്ങൾ കുറിച്ചിട്ടാ പിന്നെ എപ്പോഴും വായിക്കുമ്പോൾ ഓർക്കാം, അത് ഇറാനെ കുറിച്ചുള്ള പ്രവചനമാണ്. വേഴ്സ് 34 to 39. ഒരു വാക്യം മാത്രമേ ഒന്ന് വായിക്കാം. 37-ാം വാക്യം നോക്കിയേ. ഞാൻ ഏലാമ്യരെ അവരുടെ ശത്രുക്കളുടെ മുമ്പിൽ അവർക്ക് പ്രാണഹാനി വരുത്തുവാൻ നോക്കുന്നവരുടെ മുമ്പിലും ഭ്രമിപ്പിക്കും. ഞാൻ അവർക്ക് അനർത്ഥം, എന്റെ ഉഗ്രകോപം തന്നെ വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരുടെ പിന്നാലെ വാളയച്ച് അവരെ മുടിച്ചു കളയും. ഏലാമിനെ മുടിച്ചു കളയുമെന്ന് പറഞ്ഞു. ഏലാം എന്ന് പറഞ്ഞ ഏതാ? ഇറാന്റെ കിഴക്കൻ ഭാഗത്തിനാണ് പുരാതന കാലത്ത് ഏലാം എന്ന് പറഞ്ഞത്. അതിന് അഫ്ഗാനിസ്ഥാന്റെ കുറെ ഭാഗങ്ങൾ കൂടെ വരുമെന്നാ പഴയ ഏലാം. അവള് ഈ യെരമ്യാവ് പറയുന്നത് ഇന്നത്തെ ഇറാന്റെ കിഴക്കേ ഭാഗമാണ് ഏലാൻ എന്ന് പറയുന്നത്. ഏലാമിനോടുള്ള ബന്ധത്തിൽ എന്ത് പ്രവചനം നടക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ അവരുടെ പിന്നാലെ വാളയച്ച് അവരെ മുടിച്ചു കളയും. ഇവർ ഇസ്രായേലിനെ മുടിക്കാൻ നോക്കുക, പക്ഷെ ദൈവം പറഞ്ഞു ഞാൻ അവരെ മുടിച്ചു കളയും. പക്ഷെ ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കാനാണ് ഞാനിത് പറഞ്ഞത്. ഇവിടെ റഷ്യയുടെ കൂടെ മാർച്ച് ചെയ്ത് വരുന്ന ഫസ്റ്റ് പറയുന്ന രാജ്യം പേർഷ്യയാണ്. ഇറാൻ നിങ്ങൾ നോക്കിക്കേ, എന്റെ പ്രിയപ്പെട്ടവരെ നോക്കിക്കേ. ഞാനും നിങ്ങൾ ജീവിക്കുന്ന 1979-ലാണ് റഷ്യയുടെ ചേരിയിലേക്ക് മാറുന്നത്. 79-ൽ അയത്തുള്ള ഖൊമേനി അവിടുന്ന് ഓടിച്ചിട്ട്, ഷായ അവിടുന്ന് ഓടിച്ചിട്ട് അയത്തുള്ള ഖൊമേനി ഭരണം ഏറ്റെടുത്തു. ബ്രദേഴ്സ്, നമ്മളിത് മനസ്സിലാക്കണം. എന്നാൽ നോക്കുക, ഇതോട് ചേർന്ന് വരുന്ന രാജ്യങ്ങളുടെ പേരുകൾ ഞാൻ പറയാം. പക്ഷേ ആ പേരുകൾ പഠിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും, ഇത് റാഡിക്കൽ ഇസ്ലാമിക് ചിന്താഗതിയുള്ള രാജ്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പൊ നോക്കിയേ, ഹെസ്ബുള്ളയെ, ഹാമാസ്, ഇങ്ങനെയുള്ള തീവ്രവാദികൾക്കൊക്കെ ഫണ്ട് ചെയ്യുന്ന ആരാ? ഈ ഇറാനാ ഫണ്ട് ചെയ്യുന്നത്. നമ്മൾ കണ്ടു, കഴിഞ്ഞ 5 യുദ്ധങ്ങളും അറബികൾ ഒന്നിച്ചു നിന്നു. എന്നാൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പഠിപ്പിക്കുന്നു, അറബി രാജ്യം 2ആയി മാറും, ഇസ്ലാമിക് രാജ്യങ്ങൾ 2ആയി തീരും. റഷ്യയോടുകൂടെ 6-ാം വാക്യത്തിൽ പറയുന്ന രാജ്യങ്ങൾ ചേർന്ന് ആക്രമിക്കുമ്പോൾ 12-ാം വാക്യം 13-ാം വാക്യം നോക്കിയാട്ടെ. 13-ാം വാക്യം നമുക്ക് അതുകൂടെ ഒന്ന് വായിച്ച് പഠിച്ചു നിർത്താം. 13-ാം വാക്യം, ശേബയും ദെദാനും തർശീശ് വർത്തകന്മാരും അതിലെ സകല ബാലസിംഹങ്ങളും നിന്നോട് നീ കൊള്ളയിടുവാനോ വന്നത്, കവർച്ച ചെയ്യുവാനും വെള്ളിയും പൊന്നും എടുത്തുകൊണ്ടുവാനും കന്നുകാലികളെയും ധനത്തെയും അപഹരിപ്പാനും ഏറ്റവും വലിയ കൊള്ള നടത്തുവാനും ആകുന്നുവോ നിന്റെ സമൂഹം കൂടിയിരിക്കുന്നത്? ആരായി ചോദിക്കുന്നത്? ശേബയും ദെദാനും തർശീശ് വർത്തകന്മാർ. അവളൊന്ന് ആലോചിച്ചു നോക്കിയേ. ഈ ശേബയും ഒരു ഭാഗത്ത് റഷ്യയോടുകൂടെ ഇറാനും തീവ്രവാദ മുസ്ലിം രാജ്യങ്ങളും ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ, മറുഭാഗത്ത് നമ്മൾ ഒരു കാര്യം കണ്ടു, ശേബയും ദെദാനും തർശീശ് വർത്തകന്മാരും തിരിച്ചു നിൽക്കുകയാണ്. ഇനിയും ഞാനൊരു കാര്യം പറയാൻ പോവുക. ആരായി ശേബയും ദെദാനും? ആരാണ് ശേബയും ദെദാനും? നമുക്ക് ഒരു പഠനം നടത്താം. ഉൽപ്പത്തി 10 എടുത്താട്ടെ. വീണ്ടും ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായമാണ് രാഷ്ട്രങ്ങളുടെ ടേബിൾ എന്ന് പറയുക, ടേബിൾ ഓഫ് നേഷൻസ്. പ്രവചനം പഠിക്കുമ്പോൾ ഏറ്റവും പഠിക്കുവാൻ ആവശ്യമായ ഒരു ഭാഗമാണ് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായം. കാരണം അവിടെ നോഹയുടെ 3 മക്കളും അവരുടെ കൊച്ചുമക്കളും അവർ കുടിയേറി പാർത്ത സ്ഥലങ്ങളൊക്കെ പറയുന്നുണ്ട്. അതിന്റെ 25-ാം അധ്യായം എടുക്കാം. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം. ഇരുപത്തിയഞ്ചാം അധ്യായത്തില് അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെത്തുറ എന്ന് പേർ. സിമ്രാൻ, യൊക്താൻ, മേദാൻ, മിദ്യാൻ,
ഇസ്ബാക്ക്, ഹൂവർ എന്നിവരെ പ്രസവിച്ചു. അതായത് സാറയുടെ മരണശേഷം കെത്തൂറയുമായിട്ട് ബന്ധമുണ്ടായ അബ്രഹാമിന് അവളിൽ 6 പുത്രന്മാർ ജനിച്ചു. പുത്രിമാരുടെ പേര് ഇവിടെ ഇല്ല. ഇനിയും രണ്ടാമത്തെ മകന്റെ പേരെന്നാ? യൊക്താൻ. 3-ാം വാക്യം നോക്കിയേ. 3-ാം വാക്യം. യൊക്താൻ ശേബയും ദെദനെയും ജനിപ്പിച്ചു. നമ്മള് വായിച്ചുകൊണ്ടിരിക്കുന്ന എന്താ? ശേബയും ദെദാനും തർശീശ് വർത്തകന്മാരും. അപ്പൊ ശേബയും ദെദാനും കെത്തൂറയുടെയും അബ്രഹാമിന്റെയും കൊച്ചുമക്കളാണ്. ഇനിയും അടുത്തത് ശ്രദ്ധിക്കുക. ഇനിയുമാണ് കീ വേഴ്സ്. 5-6 വാക്യം. എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെ ഇസാക്കിന് കൊടുത്തു. അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങളെ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തന്റെ മകനായ ഇസാക്കിന്റെ അടുക്കൽ നിന്ന് കിഴക്കേ ദേശത്തേക്ക് അയച്ചു. ഇവിടെ വായിക്കുന്നു 6-ാം വാക്യത്തിൽ അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികൾ ബഹുവചനമാണ്. ബൈബിള് അപഗ്രഥിച്ചു നോക്കിയാൽ 2 പേരുടെ പേര് കാണാം. ഒന്ന് ഹാഗർ, മറ്റൊന്ന് കെത്തൂറ. സ്വന്തം ഭാര്യയല്ലാതെ പരിഗ്രഹിച്ച 2 പേര്. ഒന്ന് ഹാഗർ. ഹാഗറിൽ ഉണ്ടായതാണ് ആര്? ഇസ്മയേൽ. ഇസ്മയേലിന് എത്ര മക്കളുണ്ട്? 25-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം നോക്കിക്കാട്ടെ. 25-16. 12 പ്രഭുക്കന്മാരായ ഇസ്മയേലിന്റെ പുത്രന്മാർ. അപ്പം നമ്മൾ യാക്കോബിന് 12 മക്കളുണ്ടെന്ന് പറയും. പക്ഷെ ഇസ്മയേലിന് കൊണ്ട് 12 പുത്രന്മാർ. അപ്പൊ ഇസ്മയേലിന്റെ 12 പുത്രന്മാരും ഈ കെത്തൂറയുടെ കൊച്ചുമക്കളും എല്ലാം കൂടെ അബ്രഹാം എങ്ങോട്ട് കൊടുത്തു? എങ്ങോട്ട് വിട്ടു? ഇസാക്കിന് ദൈവം വാഗ്ദത്തം ചെയ്ത ആ ഭൂമി കൊടുത്തു. 2 നദികളുടെ മധ്യത്തിൽ. ആ ഭാഗത്തിലേക്ക് ഞാൻ പോകുന്നില്ലേ. യൂഫ്രട്ടീസ് നദിക്കും ഈജിപ്തിലെ നദിക്കും ഇടയിലുള്ള സ്ഥലം കൊടുത്തിട്ട് ഈ വെപ്പാട്ടികളുടെ മക്കളെ കിഴക്കോട്ട് അയച്ചു. നിങ്ങൾക്ക് ഒരു മാപ്പ് ഒന്ന് എടുക്കാൻ ഒക്കുവോ? അറേബ്യൻ രാജ്യത്തിന്റെ മാപ്പ് ഒന്ന് എടുക്കാൻ ഒക്കുവോ? അറേബ്യൻ പെനിൻസുല എന്ന് എടുത്താൽ മതി. അല്ലെങ്കിൽ ഇസ്രയേലിൽ നിന്നുള്ള ഒരു മാപ്പ് എടുത്താലും മതി. ഇസ്രയേലിന്റെ തൊട്ട് കിടക്കുക ഈ അറേബ്യൻ പെനിൻസുല. ആ മാപ്പ് നോക്കിയാൽ ഇത് കാണാൻ കഴിയും. അത് നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുമ്പോൾ നമുക്കറിയാൻ സാധിക്കും ഈ പറയുന്ന പ്രവചനത്തിന്റെ നിവൃത്തിക്ക് വേണ്ടി ഏതാണ് ഈ സ്ഥലം. യെസ്, അവിടെ നോക്കിക്കട്ടെ. മതി. ഇവിടെ നോക്കുമ്പോൾ ഇസ്രയേൽ എന്ന് പറയുന്നത് ഈ കൊച്ചു സ്ഥലമാണ്. ഇച്ചിരൂടെ മുകളിലോട്ട് വരട്ടെ. ഇച്ചിരൂടെ ഇച്ചിരൂടെ ലെഫ്റ്റിലോട്ട്. ഇവിടെ അല്ല, ടർക്കിക്ക് താഴെ ഈ വളവാ ഇസ്രയേൽ. ഇച്ചിരൂടെ മുകളിൽ. ആണ്ടാറ്. അതാണ് ഇസ്രയേൽ. അത്രയേ ഉള്ളൂ ഇസ്രയേൽ. ഇവിടെ ഈ ഇസ്രയേലിന്റെ ഈ സ്ഥലം ഇസാക്കിന് കൊടുത്തപ്പോൾ അവിടുന്ന് ഈ വെപ്പാട്ടികളുടെ മക്കളെ കിഴക്കോട്ട് അയച്ചു. കിഴക്കോട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് വിട്ടു. ഇവിടെ കണ്ടു എഴുതിയിരിക്കുന്ന ഇറാഖ്, ജോർഡാൻ, ബഹ്റിൻ, സൗദി അറേബ്യ. ഈ താഴോട്ട് ഈ മഞ്ഞ നിറത്തിൽ കാണുന്ന പ്രദേശം ഏതാണെന്നറിയാമോ? ഈ മഞ്ഞ നിറത്തിലുള്ള സ്ഥലമാണ് അറേബ്യൻ പെനിൻസുല. ഇവിടെ പാർക്കുന്നത് ആരൊക്കെയാ? സൗദി അറേബ്യ, കുവൈറ്റ്, ഖത്തർ, ബഹ്റിന്, ഒമാന്, യമന്. ഇതെല്ലാം ആരുടെ മക്കളാ? ഇവിടുന്ന് അവർ താഴോട്ട് പോയി. ആരുടെ മക്കളാ ഇത്? അബ്രഹാമിന്റെ വെപ്പാട്ടികളിൽ ഉണ്ടായവരുടെ മക്കളാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ അറേബ്യൻ പെനിൻസുലയിൽ ഇന്ന് കാണുന്ന രാജ്യങ്ങളുണ്ടല്ലോ, ബഹ്റിൻ, ഖത്തർ, കുവൈറ്റ്, ഒമാന്, യമന്. ഈ രാജ്യങ്ങളെല്ലാം ആരുടെ ഭാഗമാണ്? അതെല്ലാം അബ്രഹാമിന്റെ വെപ്പാട്ടികളിൽ ഉണ്ടായ മക്കളാ. ഇനി ഞാൻ ചോദിച്ചോട്ടെ, ആ രാജ്യങ്ങൾ ആരോട് ചേർന്ന് നിൽക്കുന്ന? റഷ്യയോടാണോ അമേരിക്കയോടാണോ? അമേരിക്കയുടെ പക്ഷമാണ്. ഇവിടെയുള്ള എല്ലാ എള്ളക്കിടനും പ്രൊട്ടക്ട് ചെയ്യുന്നത് അമേരിക്കൻസ് ആണ്, ബ്രിട്ടീഷുകാരാണ്. ഈ ബ്രിട്ടീഷുകാരാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനത്തിൽ നമ്മൾ കണ്ട അല്ലെങ്കിൽ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന ഇവിടെ വായിക്കുന്നത് തർശീശ് വർത്തകന്മാരും അതിന്റെ സകല ബാലസിംഹങ്ങളും. തർശീശ് വർത്തകന്മാരെന്ന് പറയുന്നത് ആരാണ്? തർശീശ് വർത്തകന്മാരെന്ന് പറയുന്നത് ടിൻ മെർച്ചൻസ് എന്നാണ്.
ബ്രിട്ടീഷുകാരാണ്. ഞാൻ അതിൻ്റെ ഒരു പഠനം നടത്തി. ബ്രിട്ടീഷുകാരാണ്. ആ ബ്രിട്ടീഷുകാരുടെ മക്കളാണ്, അതിന്റെ ബാലസമൂഹങ്ങളാണ് അമേരിക്കയും മറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഈ ഗൾഫിലുള്ള രാജ്യങ്ങൾ ആരോട് ഐഡന്റിഫൈ ചെയ്ത് നിൽക്കുകയാണ്? ഗൾഫിലുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതുപോലെ അമേരിക്കയോടും പാശ്ചാത്യ രാജ്യങ്ങളോടും ചേർന്ന് നിൽക്കുകയാണ്. ഇന്നത്തെ വേൾഡ് പൊളിറ്റിക്സ് എന്ന് നോക്കിയേ, ഒന്ന് നോക്കിയേ നിങ്ങൾ. ഇതെന്ന് എഴുതി വെച്ച വാക്യമാ ഇത്. ഇത് 2600 വർഷം മുമ്പ് എഴുതി വെച്ച വാക്യമാ. 2600 വർഷം മുമ്പ് ദൈവം എഴുതി വെച്ചു, റഷ്യയുടെ കൂടെ മാർച്ച് ചെയ്തു വരുന്ന തീവ്രവാദ ഇസ്ലാമിക് രാജ്യങ്ങളും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഈ മധ്യപൂർവ്വദേശത്തിലെ, അതായത് ഗൾഫിലെ, അറേബ്യൻ പെനിസുലയിലെ രാജ്യങ്ങൾ അവർ മിതവാദികളാണ്. നിങ്ങൾ കണ്ടോ ഇന്ന് ഇറാനും മറ്റും സൗദി അറേബ്യയായിട്ടും ഇറാനും മറ്റും ബഹ്റിനുമായിട്ടും ഇറാനും മറ്റും മറ്റ് അറേബ്യൻ രാജ്യങ്ങളുമായിട്ട് രണ്ടായി ശത്രുതയിലേക്ക് മാറുന്നത്? ഞാൻ ഒന്നുകൂടെ ഒന്ന് ഓർപ്പിക്കട്ടെ, എൻ്റെ പ്രസംഗം നിർത്തുന്നതിന് മുമ്പ് ഞാൻ പറയട്ടെ. 2020 ഓഗസ്റ്റ് മാസത്തിൽ ഒരു സംഭവം ഉണ്ടായി. നിങ്ങൾ ചിലരെങ്കിലും ഓർക്കുന്നു, അബ്രഹാം അക്കോർഡ്. അതായത് നയതന്ത്ര ബന്ധമില്ലാതെ കിടന്ന UAEയും ഇസ്രയേലും തമ്മിൽ നയതന്ത്ര ബന്ധം ആരംഭിച്ചു. എനിക്ക് അവിടെ നിന്ന് ആളുകൾ അയച്ചു തന്നു. 2021 ഓഗസ്റ്റ് ആയപ്പോൾ ഇസ്രയേലിലുള്ളവർക്ക് 5000 പേർക്ക് UAEയിൽ റെസിഡൻസ് വിസ കൊടുത്തു കഴിഞ്ഞു, വേറെ വിസിറ്റിംഗ് വിസ കൊടുത്തു കഴിഞ്ഞു. 2 പേരുടെ എംബസി തുടങ്ങി, 2 പേര് ഫ്ലൈറ്റുകൾ ആരംഭിച്ചു, ബിസിനസ് തുടങ്ങി. ഇപ്പോൾ ഇസ്രയേലികൾ വന്ന് ഈ മരുഭൂമിയിൽ കൃഷി ചെയ്തു തുടങ്ങി. ഇവരെ ഇതെല്ലാം പഠിപ്പിക്കുന്നു. എങ്ങനെ ഇവര് സ്നേഹമായി തീർന്നു? ഈ 2020 ഓഗസ്റ്റിലാണ് അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞ് തുടങ്ങിയത്. അപ്പോൾ ഇത് ബഹ്റിനും സൗദിയും ഒക്കെ ഇതിനെ പിൻഗമിക്കുകയാണ്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ? കണ്ണ് തുറന്നൊന്ന് നോക്കിയേ. ദൈവവചനത്തിൽ 2600 വർഷം മുമ്പ് പറഞ്ഞ പോലെ ഈ ശേബയുടെയും ദേദാന്റെയും മക്കള് ഇസ്രയേലിന് അനുകൂലമായി ശബ്ദമുയർത്തുമ്പോൾ അവർ അമേരിക്കയോടും പാശ്ചാത്യ രാജ്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നത് എത്ര വർഷം മുമ്പ് പറഞ്ഞു? ഞാനും നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ അലയൻസ് ഉണ്ടായിക്കഴിഞ്ഞു. സമയം തീർന്നുകൊണ്ട് ഞാൻ നിർത്തുക. വി വിൽ കണ്ടിന്യൂ ദിസ്. പക്ഷേ ഒരു കാര്യം ഓർത്താട്ടെ, റഷ്യയുടെ കൂടെ നിൽക്കുന്ന രാജ്യങ്ങൾ തീവ്രവാദ ഇസ്ലാം, ആ തീവ്രവാദം 1979 ശേഷം ഉണ്ടായി. 2020 ശേഷം അബ്രഹാം അക്കോർഡ് ഉണ്ടായി. UAEയും ഇസ്രയേലും തമ്മിൽ നയതന്ത്ര ബന്ധം തുടങ്ങുന്നു. ആ രാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ അത് തിരുവചനത്തിൽ കണ്ട പോലെ ശേബയും ദേദാന്റെയും മക്കളാണ്. വേണമെങ്കിൽ ഇച്ചിരൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ കരം, തൻ്റെ വചനം ജെരമ്യാ 1:12 വായിക്കുന്നു, എൻ്റെ വചനം നിവർത്തിക്കാൻ ഞാൻ ജാഗരിക്കുന്നു. ഐ ആം വാച്ചിങ് ഓവർ മൈ വേർഡ് ടു പെർഫോം. ദൈവത്തിന്റെ കരം നടക്കുവാൻ, ഈ പ്രവചനങ്ങൾ നിവർത്തിക്കുവാൻ ജാഗരിക്കുന്നു. നമുക്കത് തിരിച്ചറിഞ്ഞ് കാലങ്ങളെ വിലയിരുത്തി കർത്താവിനോട് അടുത്ത് ജീവിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. അവന്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.